ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ ഞാൻ മെഡിക്കൽ ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് കഴിഞ്ഞ് ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കണ്ട ഒക്കെ കിളികൾ കൊത്തിയാണ്ട് തണ്ട സൈഡൊക്കെ കിളികൾ കൊത്തി തള്ളിയിട്ടതാണ്. ഇതൊന്നുമല്ല, ഒരുപാട് ചെറുതും വലുതും കുരുന്നും ഒക്കെ തള്ളിയിട്ട് നശിപ്പിച്ചാൽ അവിടെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടോ ഒക്കെ കൊത്തി തള്ളിയിട്ടതാണ്. വലിയ ചാമ്പക്കകൾ കണ്ടോ, ഒരുപാട് പോയി. ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് വളരെ വിഷമമേറിയ കാര്യമൊന്നും ആയിരിക്കില്ല. കാരണം ഇതിനെ ട്രീറ്റ് ചെയ്ത് പൂവിടുന്നതും കായ് വരുന്നതും ഇലകൾ തളിർക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്ന കർഷകർക്ക് ചിലപ്പോൾ ഇത് ചെറിയ തരത്തിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെ കിളികളുടെ അണ്ണാമാരുടെയൊക്കെ അറ്റാക്കിങ് കാരണം നമ്മൾ ഉണ്ടായിട്ടുള്ള ചാമ്പക്കുകൾക്കൊക്കെ ഒരു നെറ്റ് ഹോൾഡിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ബ്രാഞ്ചിൽ ഒരേ സമയം പൂവിട്ട് കായ്ച്ചിട്ടുണ്ടായിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 8 to 10 ചാമ്പക്കുകൾ തന്നെ ഇതിലുണ്ട്. പക്ഷെ അധികം വലിയ സൈസ് ആയിട്ടില്ല, കാരണം നമ്മളിത് പറിച്ചെടുക്കുകയാണ്. നമുക്കിനി അതേപോലെ കിളികൾ കുത്തിയിട്ടുള്ളതും പിന്നെ വവ്വാല് ചമ്മിയിട്ടുള്ളതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. ഇത് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മളെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ചാമ്പേനെ ടേസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്, ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾ നല്ല ക്രിസ്പി, നല്ല വാട്ടർ കണ്ടന്റ്, നല്ല മധുരമുണ്ട്, അടിപൊളി, നല്ല മധുരം കേട്ടോ. അദ്ദേഹം ആ ചാമ്പ കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അയാളുടെ വായിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റ്. അപ്പം അത്രയും നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതും അതേസമയം തന്നെ മധുരമുള്ളതായിട്ടുള്ള ഈ ചാമ്പ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ചാമ്പ ഉണ്ടെന്നും എന്നറിഞ്ഞപ്പം വന്ന് അതേപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പം എല്ലാ ചാമ്പകളും അതുപോലെ അതിൻ്റെ എത്ര ഉണ്ട് എന്നും ബൾക്കായിട്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ്സിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നതും അത് ടേസ്റ്റ് ചെയ്യാനൊക്കെ നിന്നതും ഒക്കെ. നമ്മൾ ഈ കാണുന്ന ചാമ്പ സീഡ്ലെസ് ചാമ്പൊക്കെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മുറിച്ചിട്ടുള്ള ചാമ്പ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നല്ല വെയിറ്റുള്ള ഈ ഒരു വിളവെടുപ്പാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത്. ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ നോക്കുമ്പോൾ സീഡ്ലെസ് ആയിട്ടാണ് ഈ ചാമ്പ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ 125 ഗ്രാമാണ് വരുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു സൈസ് ആകുമ്പോൾ ഇത്രയും സൈസ് ആകുമ്പോൾ മാത്രമേ നമ്മൾ ചാമ്പക്ക പറിച്ചെടുക്കാറുള്ളൂ. ഇപ്പോൾ ഇത് പറിച്ചെടുക്കാനുള്ള തീരുമാനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളികളുടെയൊക്കെ ശല്യം കാരണമാണ്. അപ്പം നിങ്ങൾ കരുതും കിളികൾക്കും മണ്ണാനുകൾക്കും ഒക്കെ തിന്നാൻ വേണ്ടേ, അവരും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരല്ലേ എന്ന്. അത്ര ക്രൂര മനസ്സില്ലാത്തത് കൊണ്ടും അവരൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരാണെന്നും അതുപോലെ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതൊക്കെയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അവർക്കുള്ളതൊക്കെ മാറ്റിവെച്ചതിന് ശേഷം കുറച്ച് നമുക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി 2 കൂട്ടരും ഹാപ്പി ആവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.